ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാമേ, എന്നിട്ട് സംസാരിക്കാം. പാർട്ടി ഘടകത്തിലെ ഒരു വനിതാ സഖാവ് ഉണ്ടായിരുന്നു. വനിതാ സഖാവ് അവിവാഹിതയാണ്, പക്ഷെ അവർ ഗർഭിണിയായപ്പോൾ ഇത് പാർട്ടി കമ്മിറ്റി ചർച്ചയ്ക്ക് വന്നു. അപ്പോ ഈ വനിതാ സഖാവ് പറഞ്ഞു ഇത് പാർട്ടി സെക്രട്ടറിയാണ് ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞു. വലിയ ബഹളമായി കമ്മിറ്റിക്കകത്ത്. അപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അസംബന്ധവും അടിസ്ഥാനരഹിതവുമായ ഒരു ആരോപണമാണ് എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് വീണ്ടും ചർച്ച ചെയ്ത് വനിതാ സഖാവിന് ഗർഭമില്ല എന്ന് ഭൂരിപക്ഷ അഭിപ്രായപ്രകാരം തീരുമാനിച്ചു. പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചാൽ എല്ലാവർക്കും ബാധകമാണ്. പാർട്ടി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ഗർഭമില്ല എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ വനിതാ സഖാവ് പ്രസവിച്ചു. ഉടൻ വീണ്ടും കമ്മിറ്റി കൂടിയിട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് വനിതാ സഖാവിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്നത് വി കുഞ്ഞികൃഷ്ണനെതിരെയുള്ള പാർട്ടി നടപടിയാണ്. പാർട്ടിയിൽ രക്തസാക്ഷിയുടെ പേരിൽ പൈസ കട്ടോണ്ട് പോയി എന്ന് വിളിച്ചു പറഞ്ഞ, തെളിവുകൾ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞ ഒരാൾ പാർട്ടിക്ക് പുറത്ത്, കട്ടവന്മാരും കക്കാൻ കൂട്ടുനിന്നവന്മാരും പാർട്ടിക്കകത്ത്.